ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് രസകരമായ ഒരു വിഷയമാണ്. പിടപ്പും മടുപ്പും, അവസാനം കലിപ്പ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കാണേലും ഒരു കലിപ്പായി മാറും. ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട വചനങ്ങളും അതുപോലെ ദിവ്യകാരുണ്യ ആരാധനയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് ഓരോ ദിവസവും വചനത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തോന്നുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർക്കും അതിൻ്റെതായ ഫലമെടുക്കാൻ പറ്റും. ഒരു സംഭവം വിശുദ്ധ തോമസ് അക്വിനാസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു സന്യാസി, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് സന്യാസിമാരുണ്ടായിരുന്നു. തോമസിൻ്റെ ചില പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരിക്കൽ ഒരു സന്യാസി വന്നിട്ട് പറഞ്ഞു, തോമസ്, അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നു. ഒരു കാള ആകാശത്തൂടെ പറക്കുന്നു. അത് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഓടിവാ. ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം, പറക്കുന്ന കാളയെ കാണാൻ. പുറത്ത് ചെന്ന് ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പം ഇവരെല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നീ ഒരു മണ്ടനായതുകൊണ്ടല്ലേ കാള പറക്കുന്നെന്ന് കേട്ടപ്പോഴേ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി വന്നത്? അതിന് മറുപടിയായിട്ട് തോമസ് അക്വിനാസ് പറഞ്ഞൊരു കാര്യം, ഒരു സന്യാസി നുണ പറയും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം ഒരു കാള ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറക്കും എന്ന് വിശ്വസിക്കാനാണ്. അതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ കാണുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴേ എടുത്ത് ചാടി ഓടിയ ഒരു വ്യക്തിയായിട്ട് തോമസ് അക്വിനാസിനെ നമുക്ക് കാണാൻ പറ്റും. ചിലർക്ക് ഇതുപോലെ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു പടപ്പ, ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പടപ്പാണ്. പെട്ടെന്ന് അവരുടെ ഓരോ തോന്നലുകൾക്കനുസരിച്ച് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ തിരിച്ച പല സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അന്ത്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല മടുപ്പ്, 6 കാര്യങ്ങളിൽ വേണേ നമുക്ക് മടുപ്പുണ്ടാകാം. അത് നമ്മുടെ ജീവിതത്തിന് തന്നെ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പിടപ്പ് കാട്ടിയ ചില ബൈബിൾ കഥാപാത്രങ്ങൾ. 2 മക്കബായർ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അന്തിയോക്കസ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് ഒരു പരാജയം സംഭവിച്ചു എന്ന് അദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പോഴേ ഉടനെ ഇറങ്ങി ഓടുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രഥം റെഡിയാക്ക്, നമുക്ക് അവിടെ പോകണം. ബ്രേക്കൊന്നുമില്ല, കോഫി ബ്രേക്കോ ലഞ്ച് ബ്രേക്കോ ഒന്നുമില്ല. നേരെ അവിടെ ചെല്ലണം, അവരെല്ലാം വകവരുത്തണം. അങ്ങനെ ചാടി ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്താ സംഭവിച്ചത്? 2 മക്കബായർ 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ. അവസാനം അവന് എത്തി നിന്നത് ജീവിച്ചിരിക്കെ പുഴുവരിക്കുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിലേക്ക് പോലും തള്ളപ്പെടുന്ന അന്തിയോക്കസിനെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു കാര്യത്തിന് പിടപ്പോടെ ചാടിയിറങ്ങി ഓടിയിട്ട്. 1 സാമുവേൽ 13-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സാമുവേൽ വന്ന് ബലിയർപ്പിക്കേണ്ടതാണ്. സാവൂൾ രാജാവാണ്, പുരോഹിതൻ സാമുവേലാണ്. അവൻ വരാൻ ലേറ്റായി. അപ്പോൾ ഒത്തിരി ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അവരിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടുത്തിട്ട് ഓരോരുത്തർ ഇറങ്ങിപ്പോകാൻ തുടങ്ങി. ആളുകൾ പോകുന്നത് കണ്ടപ്പോൾ ആളുകളെ മാനിച്ച് സാവൂൾ പറഞ്ഞൊരു കാര്യം, ബലിയർപ്പിക്കാനുള്ള സാധനം കൊണ്ടുപോവാ, ഞാൻ തന്നെ ബലിയർപ്പിക്കാം. സാമുവേലിനെ നോക്കിയിരുന്നിട്ട് ലേറ്റ് ആവുകയാണ്, അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ചെയ്തേക്കാം. അങ്ങനെ ഒരു കാര്യം, ഒരു അവിവേകം അവൻ കാട്ടി. എന്താ സംഭവിച്ച? അതിൻ്റെ പേരിൽ അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ഹിതാനുവർത്തിയായ ഒരുവനെ ഞാൻ ദാവീദിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞ് ഇവൻ്റെ രാജസ്ഥാനം പോവുകയും ദാവീദിനെ രാജാവാക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മടുപ്പ് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന തിന്മയാണ്. പിടപ്പ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം, അതിനേക്കാൾ അപകടകാരിയാണ് മടുപ്പ്. ഇതൊരു അടിസ്ഥാന തിന്മയായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1866 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. 2-3 കാര്യങ്ങളാണ് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിസ്സംഗത, അല്ലെങ്കിൽ നന്ദിഹീനത, മന്ദോഷ്ണത, മടി, ദൈവവിദ്വേഷം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവസ്നേഹത്തിനെതിരായിട്ടുള്ള പാപങ്ങളായിട്ടാണ് ഈ പാപങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2094 എടുത്താൽ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളാണ്. 2733 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ഔദ്ധത്യം. ഇത് 1 തീമോത്തി 6:17 കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, ഔദ്ധത്യം ഉപേക്ഷിക്കാൻ അവരോട് പറയുക. ഔദ്ധത്യം 2 രീതിയിലുണ്ടാകാം. ഒന്ന്, ദൈവമില്ലേലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അഹങ്കാരം. എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, അത് ഔദ്ധത്യം. രണ്ടാമതൊരു രീതിയിലും ഔദ്ധത്യം പ്രകടമാക്കാം. അതാണ്, ഇപ്പം ഞാനൊന്നും ചെയ്തില്ലേലും ദൈവം സർവശക്തനല്ലേ, ദൈവം സ്നേഹമല്ലേ, ഞാനൊന്നും അങ്ങോട്ട് ചെയ്തില്ലേലും ദൈവത്തിനെല്ലാം ഇങ്ങോട്ട് തരാൻ പറ്റും. അങ്ങനെ
ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കാതിരിക്കുന്നത്. അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കൈവശമുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോവാ, നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ അത്ഭുതം പ്രവർത്തിക്കാം എന്ന് പറഞ്ഞവനാണ് നമ്മുടെ ദൈവം. ആ ഒരു കാഴ്ചപ്പാടും ജീവിക്കാത്തവർ ഔദ്ധത്യമാണ് കാട്ടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു 6 കാര്യങ്ങൾ. മടുപ്പ്, ഈ 6 മേഖലകളിൽ വരാം അരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 3:11, ദൈവത്തിൻ്റെ ശാസന എടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. കർത്താവ് ശാസിക്കുന്നത് കർത്താവ് ഇഷ്ടപ്പെടുന്നവരെയാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ശാസിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. യൂദിത്ത് 8:27 കൂടി എടുക്കുകയാണെങ്കിൽ ദൈവത്തോട് അടുപ്പമുള്ളവരെയാണ് ദൈവം ശാസിക്കുക. രണ്ടാമത്തേത് പ്രാർത്ഥനയിൽ മടുപ്പ് അരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 7:10, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. 2 കൊരിന്ത്യർ 12:7 മുതൽ വായിക്കുമ്പോൾ പൗലോസിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പൗലോസിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ ഒരു മുള്ള്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തിയില്ല. അവസാനം അവന് ദൈവത്തിൽ നിന്നൊരു മറുപടി കിട്ടുന്നിടം വരെ അവൻ പ്രാർത്ഥന തുടർന്നു. കിട്ടിയ മറുപടി എന്തായിരുന്നു? നിനക്കെൻ്റെ കൃപ മതി. അത് മതിയായിരുന്നു. അവൻ ചോദിച്ചത് അവന് കിട്ടിയില്ലെങ്കിലും അവനൊരു മറുപടി കിട്ടി. അത് മതിയായിരുന്നു. അവൻ്റെ പ്രശ്നം അതോടെ തീർന്നു. ലൂക്കാ 18:1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് യെശയ്യാ 43:22, ദൈവത്തോട് മടുപ്പ്. ചിലർക്ക് ദൈവത്തോട് തന്നെ മടുപ്പാണ്. അതരുത് എന്ന് കർത്താവിൻ്റെ വചനം, ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവം, ദൈവകാര്യം, ആത്മീയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ അവർക്ക് ഒരു മടുപ്പാണ്. എന്നോട് ഇത് പറയണ്ട എന്നാണ് അവർ പറയുക. ദൈവത്തോട് മടുപ്പരുത്. വെളിപാട് 3:15 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ വാതിലിൽ മുട്ടുന്നു. ദൈവത്തിന് മുട്ടിക്കൊണ്ടിരിക്കാൻ ഒരു മടുപ്പുണ്ടോ? ഇല്ല. ഇനിയും ഞാൻ എത്ര കാലം നിന്ന് മുട്ടണമെങ്കിലും ഞാൻ നിന്ന് മുട്ടും എന്നുള്ളത് ദൈവം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്താണ് ഗലാത്യർ 6:9 വായിക്കുമ്പോൾ നമ്മൾ കാണുക, നന്മ ചെയ്യുന്നതിൽ മടുപ്പരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമൊക്കെ അവർ നന്മ ചെയ്ത് നോക്കും, കുറച്ചു കാലമൊക്കെ അവർ പ്രാർത്ഥിച്ച് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുന്നില്ലെങ്കിൽ അവർ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകും. അങ്ങനെ വരരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഫെബ്രുവരി 13 അതിൻ്റെ 16 മുതൽ വായിച്ചാൽ മറ്റൊരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും മടുപ്പ് തോന്നരുത്. അങ്ങനെ മടുപ്പ് തോന്നാതിരിക്കുകയാണെങ്കിൽ യഥാകാലം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും എന്ന് വചനം പഠിപ്പിക്കാം. അവസാനത്തെ 6ാമത്തെ കാര്യമാണ് മലാക്കി 2:11 വായിക്കുമ്പോൾ, ദൈവത്തെ മടുപ്പിക്കരുത്. ഇവിടെ ചില സ്വഭാവ രീതികളൊക്കെ ദൈവത്തിനും മടുപ്പ് ഉളവാക്കുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകരുത്. 6 മേഖലയിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.